അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി നേരെ നമ്മൾ കുട്ടനാട് പോകുന്നു. ഒരു ബോട്ടിങ് സെറ്റാക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വള്ളം, ഇതാണ് നമ്മുടെ വള്ളത്തിൻ്റെ കപ്പിത്താൻ. പറയാൻ വിട്ടുപോയ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ കാണുന്ന ഈ ഉം, ഉം, കായലിൽ തന്നെയാണ് നമ്മുടെ വള്ളംകളി കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഡ്രൈവർ ചേട്ടൻ അഥവാ കപ്പിത്താൻ ചേട്ടൻ നമുക്ക് ഈ ഇവിടുത്തെ ഓരോരോ സ്ഥലങ്ങളിലെ ആഴവും അതേപോലെ അവിടുത്തെ പ്രത്യേകതകളും അതേപോലെ തന്നെ ഓരോരോ വള്ളങ്ങളുടെ അല്ലെങ്കിൽ ബോട്ടുകളുടെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടുന്ന് കുറച്ചുകൂടെ ആഴമുള്ള പുന്നമട കായലിലോട്ട് നമ്മൾ എൻ്റർ ആയി കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും നല്ല മഴയും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അത് കാരണം നമ്മുടെ ബോട്ട് അങ്ങനത്തെ കാലാവസ്ഥയിൽ കാറ്റടിച്ച് കഴിഞ്ഞാൽ മറിയുന്ന ടൈപ്പ് ഒരു വള്ളമാണ്. ബോട്ടല്ല, നമ്മുടേത് വള്ളമായിരുന്നു. അത് കാരണം നമ്മൾ കുറച്ച് നേരം അത് സൈഡ് ഒതുക്കിയിട്ട്, സത്യം പറഞ്ഞാൽ ഒറ്റ സെക്കൻഡിൽ അവിടുത്തെ എന്താ പറയുക അറ്റ്മോസ്ഫിയർ തന്നെ മാറി. ഒരുമാതിരി പേടിപ്പിക്കുന്ന രീതിയിലുള്ള അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ആയി. അതേപോലെ തന്നെ 5 മിനിറ്റ് കൊണ്ട് മഴയും കാര്യങ്ങളും ഒക്കെ മാറി. നമ്മൾ ബോട്ടെടുത്ത് തിരിച്ച് നമ്മൾ ബോട്ട് റൈഡ് സ്റ്റാർട്ട് ചെയ്ത് നിർത്തി. നമ്മൾ നല്ലപോലെ ലേറ്റ് ആയതാണ്. നമുക്ക് ആതിരപ്പള്ളി ചെക്ക് പോസ്റ്റ് അന്ന് ക്രോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അവിടെ ആതിരപ്പള്ളിയിൽ തന്നെ രാത്രി വണ്ടി നിർത്തി കിടന്നുറങ്ങി. എന്നിട്ട് രാവിലെ ആണ് നമ്മൾ ആതിരപ്പള്ളി വാട്ടർഫോൾസും കാര്യങ്ങളും കണ്ട് വാഴച്ചാൽ റൂട്ടിൽ കയറിയത്. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും നിങ്ങളൊന്ന് കണ്ടു നോക്ക്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അവിടെ ചെല്ലുന്നത് റെയിൻകോട്ട് കാര്യങ്ങൾ വിൽക്കാനായിട്ട് ചേട്ടൻ നിങ്ങളുടെ അടുക്ക് വരും. നിങ്ങൾ റെയിൻകോട്ട് കാര്യങ്ങൾ പരമാവധി മേടിക്കുക. കാരണം താഴെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളും നനയും. ഞങ്ങൾ റെയിൻകോട്ട് ഇട്ടിട്ട് തന്നെ ഓൾമോസ്റ്റ് നനഞ്ഞ്. 50 രൂപ ഉള്ളൂ, പരമാവധി മേടിക്കുക. അതേപോലെ തന്നെ നിങ്ങളിനി ആതിരപ്പള്ളിയിൽ നിന്ന് വാഴച്ചാൽ റൂട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ കയ്യിൽ പ്ലാസ്റ്റിക് കാര്യങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള കണക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഇല്ലെങ്കിൽ അവിടെ കൊടുക്കുന്ന കണക്കിൽ കുറവാണ് വാൽപ്പാറ ചെക്ക് പോസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഉണ്ടെങ്കിൽ നല്ല ഫൈൻ കിട്ടും. ഏതാണ്ട് 5000-6000 രൂപ ഫൈൻ പെർ ഐറ്റം മിസ്സാവുന്നതിന് ഉണ്ടാവും. കൂടിയാൽ കുഴപ്പമില്ല, അവിടെ ചെല്ലുമ്പോൾ കുറയാതിരിക്കാൻ സൂക്ഷിക്കുക. പിന്നെ നമ്മൾ വാൽപ്പാറ എന്നിട്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല. കാരണം നമ്മൾ ഒരു 4-4:30 ആയപ്പോഴാണ് ചെന്നത്. ആ ടൈം 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും അവിടുത്തെ എല്ലാ വ്യൂ പോയിന്റുകളും കാര്യങ്ങളും എല്ലാം അടയ്ക്കും. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് നേരത്തെ പോകാൻ നോക്കുക. നമുക്കതുകൊണ്ട് അവിടെ ഒന്നും കാണാൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് അവിടെ ചെന്ന് ഒരു കാട്ടീനെ കണ്ട്, കാട്ടുപോത്ത്, അതിനെ കണ്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോരുമായിരുന്നു.